കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ പോലീസിനെതിരെക്കുറിച്ച് പരാതികളുടെ പ്രവാഹമാണ്. ഒട്ടേറെ പേർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പോലീസുകാരൻ്റെ ജീവിതം തകർത്ത കഥയാണ് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അങ്ങനെയാണ് അനസ് എന്ന പോലീസുകാരൻ്റെ അവസ്ഥ വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നത്. നേരം ഇരുട്ടി വെളുത്തപ്പോൾ അനസ് തീവ്രവാദിയായി മുദ്രകുത്തപ്പെട്ടു. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഉദ്യോഗസ്ഥൻ അനസിനെ തീവ്രവാദിയാക്കിയതോടെ ജോലിയും പോയി. 4 വർഷത്തെ നരകയാതനകൾക്കും നിയമ പോരാട്ടത്തിനു ശേഷം നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും അനസിനിപ്പോഴും ജോലി തിരികെ ലഭിച്ചില്ല. ഭാര്യയും മക്കളും, ക്യാൻസർ രോഗിയായ അമ്മയും, അന്ധനായ സഹോദരനും ഉൾപ്പെടുന്ന കുടുംബത്തെ പോറ്റാൻ ഭാര്യാപിതാവിൻ്റെ ആക്രിക്കടയിലെ ജോലി തുടരുകയാണ് അനസ്. ഒപ്പം സർവീസിൽ തിരികെ കയറാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. 2021 മകൻ കഞ്ചാവ് വിൽപ്പനക്കാരുടെ കെണിയിലായെന്നും സഹായിക്കണമെന്നും പറഞ്ഞു വന്ന അയൽവാസിയെ സഹായിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് അനസ് പോലീസ് സേനയുടെ നാട്ടുകാരുടെ മുന്നിൽ തീവ്രവാദിയായത്. വീടിന് സമീപത്തുണ്ടായിരുന്ന സ്റ്റേഡിയത്തിലെത്തുന്നവർ കുട്ടികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നു എന്നായിരുന്നു അയൽവാസിയുടെ പരാതി. അയാൾക്ക് പോലീസിൽ പരാതി നൽകാനുള്ള സഹായവും അനസ് ചെയ്തു കൊടുത്തിരുന്നു. തൊട്ടടുത്ത ദിവസം നാട്ടുകാരനായ ഷാനവാസ് അനസിൻ്റെ മൊബൈലിലേക്ക് 2 വാഹനങ്ങളുടെ നമ്പർ അയച്ചു കൊടുത്തു. ഗ്രൗണ്ടിൽ അസമയത്ത് കണ്ട 2 വാഹനങ്ങളാണ് ഇതെന്നും വണ്ടിയുമായി എത്തിയത് കുട്ടികളാണെന്നും ഷാനവാസ് അയച്ച മെസ്സേജിലുണ്ടായിരുന്നു. നമ്പർ കിട്ടിയാൽ അവരുടെ വീട്ടിൽ അയച്ചു കൊടുക്കണമെന്നും സഹായിക്കണമെന്നുമായിരുന്നു ഷാനവാസിൻ്റെ ആവശ്യം. ക്രൈം ഡ്രൈവ് ആപ്പിൽ നിന്ന് ഈ ഫോൺ നമ്പർ എടുത്ത് അനസ് ഷാനവാസിന് നൽകുകയും ചെയ്തു. 3 മാസം കഴിഞ്ഞ് ഈ ഷാനവാസ് SDP-യിൽ ചേരുകയും അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ചെയ്തു. 2021 ഡിസംബറിൽ ബസ് ഡ്രൈവറുമായി ഉണ്ടായ സംഘർഷത്തിൽ ഷാനവാസ് പോലീസിൻ്റെ പിടിയിലായി. ഷാനവാസിനെ ചോദ്യം ചെയ്ത DYSP ഫോൺ പരിശോധിച്ചപ്പോൾ അനസിനെ ഷാനവാസ് ഫോണിൽ വിളിച്ചതും വാട്സപ്പിൽ അനസ് വാഹനങ്ങളുടെ വിവരങ്ങൾ അയച്ചതും കണ്ടെത്തുകയായിരുന്നു. ഇതിനെ RSSൻ്റെ ഡാറ്റാബേസ് SDP-ക്ക് ചോർത്തി കൊടുത്തതായി പോലീസ് സേനയിൽ തന്നെ വ്യാഖ്യാനങ്ങളുണ്ടായി. തൊട്ടടുത്ത ദിവസം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും കുറ്റപത്രം നൽകുകയും ചെയ്തു. 24ാമത്തെ ദിവസം അനസ് കുറ്റക്കാരനാണെന്ന് കാണിച്ച് DYSP റിപ്പോർട്ടും നൽകി. തൊട്ടു പിന്നാലെ അനസിനെ സർവീസിൽ നിന്ന് നീക്കുകയും ചെയ്തു. SDPI പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ കൂട്ടാക്കിയില്ലെന്നാണ് അനസ് പറയുന്നത്. സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതോടെ വീട്ടിലേക്ക് RSSകാർ മാർച്ച് നടത്തി. തീവ്രവാദികളെന്ന് പറഞ്ഞ് തൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും പോസ്റ്ററുകളും ഫ്ലെക്സും നാടുനീളെ പതിപ്പിച്ചു. 1 മാസത്തിലധികം കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. മാനസിക പ്രയാസം കടുത്തോടെ അനസ് കുടുംബവുമൊത്ത് എറണാകുളത്തേക്ക് മാറി. ക്യാൻസർ രോഗിയായ അമ്മയ്ക്കും അന്ധനായ സഹോദരനും ഭാര്യയ്ക്കും മക്കൾക്കും ആശ്രയമായിരുന്ന അനസ് കുടുംബം മുന്നോട്ട് പോകാനാണ് പിന്നീട് ഭാര്യ പിതാവിനൊപ്പം ആക്രിക്കടയിൽ സഹായിയായി പോയത്. പിന്നീട് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയാണ് തനിക്ക് തീവ്രവാദ ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന വിവരം അനസ് ശേഖരിക്കുന്നത്. തുടർന്ന് ഈ രേഖകൾ സഹിതം DIGക്കും IGക്കും സർക്കാരിലും അപേക്ഷ നൽകിയെങ്കിലും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള നടപടി ഉണ്ടായില്ല. തുടർന്ന് ട്രിബ്യൂണൽ കോടതിയെ സമീപിച്ചതോടെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. അന്ന് അനസിനെതിരായ ആരോപണം BJP-യാണ് ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു. ഇതോടെ ഭീതിയിലായ അനസ് വീട്ടുകാരുമൊത്ത് താമസം മാറിപ്പോയി. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന വിധത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രാധാന്യത്തോടെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. സത്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെങ്കിലും അത് അംഗീകരിക്കാനോ ആ തെറ്റ് തിരുത്താനോ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് യൂണിഫോമിൽ സർക്കാർ ജോലി ചെയ്യേണ്ടിയിരുന്ന അനസ് ഇപ്പോഴും ആക്രിക്കടയിൽ ജോലി ചെയ്യുന്നത്.